ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. നിങ്ങളെല്ലാവരും CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? നമ്മളും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാണ്. നിലവിൽ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള റൂമേഴ്സൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കേട്ട് ടെൻഷൻ അടിക്കേണ്ട, ചില്ലായിട്ടിരിക്കുക. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ CGL എക്സാമിന് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ എക്സാം നടക്കുന്നത്, എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ, അല്ലെങ്കിൽ എന്താണ് എക്സാമിൻ്റെ സിലബസ്. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. സോ എന്താണ് CGL എക്സാം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ അല്ലേ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഗ്രൂപ്പ് ബി അതുപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമാണ് CGL എക്സാം എന്ന് പറയുന്നത് അല്ലേ. ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണിത്, എല്ലാ വർഷവും നടക്കുന്നതാണ്. ഇനി ഈ എക്സാം ത്രൂ നമുക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആവാം, GST ഓഫീസർ ആവാം അല്ലേ. അപ്പം നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, പല ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ആ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ആഗ്രഹങ്ങളിലോട്ട് എത്താൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോട്ട് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദ സീക്രട്ട് ടു ഗെറ്റിംഗ് എഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ആദ്യത്തെ ഒരു കുഞ്ഞു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ടുഡേ ഈസ് യുവർ ഡേ. അപ്പോൾ എന്തായാലും CGL എക്സാം 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക അല്ലേ. Tier 1, Tier 2 എന്നിങ്ങനെ 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജും എന്താണ് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് Tier 1 എക്സാം എന്ന് പറയുന്നത്? സോ Tier 1 എക്സാം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള എക്സാമാണ്. അത് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാം ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, സിംപ്ലി റീസണിങ്. 25 ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് ചോദിക്കുന്നത്. മൊത്തം 50 മാർക്കിനാണ്. എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് അഗെയിൻ 25 ചോദ്യങ്ങൾ 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്. സോ ആകെ മൊത്തം എല്ലാ സെക്ഷനും കൂടെ കൂട്ടിയിട്ട് 100 ചോദ്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 ആണ്. ഇനി നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.5 എന്നുള്ള രീതിയിലാണ് ഒരു തെറ്റായ ആൻസറിന് മാർക്ക് ഡിഡക്റ്റ് ആവുന്നത്. അപ്പോൾ 100 ചോദ്യം 200 മാർക്ക്. ഇനി Tier 1 എക്സാം എഴുതാൻ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, അതായത് 1 മണിക്കൂറാണ്. മനസ്സിലായില്ലേ? എന്താണിത് ക്വാളിഫയിങ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്യും അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് ഈ പറയുന്ന ഫിൽട്രേഷൻ ആണ് ഇവിടെ Tier 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Tier 1 എക്സാം നടക്കുന്നത്. Tier 1 നല്ല മാർക്ക് ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്താലാണ് സ്വാഭാവികമായിട്ടും നമുക്ക് 2ാമത്തെ സ്റ്റേജിലോട്ട് എത്താൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഫൈനൽ മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന Tier 1 മാർക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ജസ്റ്റ് ക്വാളിഫയിങ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള പഠനവും അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് Tier 1 എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് Tier 1 എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി Tier 1 എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്തു, ആ ഒരു അന്നത്തെ അല്ലെങ്കിൽ ആ ഷിഫ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്കെല്ലാം ആ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് ഡിഫൈൻ ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തത് എഴുതേണ്ടത് 2ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള Tier 2 എക്സാമാണ്. ഇനി Tier 2 എക്സാം എടുത്തു കഴിഞ്ഞാൽ 2 പേപ്പറുകളാണ് ഇവിടെ ഉള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവരും നിർബന്ധമായിട്ട് എഴുതേണ്ട എക്സാമും, പേപ്പർ 2 എന്ന് പറയുന്നത് ചില പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സാമുമാണ്. അപ്പം നമുക്ക് ഓരോ പേപ്പറും എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ Tier 2ൻ്റെ പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നോക്കാം. സോ പേപ്പർ 1 എന്ന് പറയുന്നത് 2 സെഷൻ ആയിട്ടാണ് നടക്കുക. 2 സെഷൻ ആയിട്ടാണ് നടക്കുക. ഇനി സെഷൻ 1 3 സെക്ഷനുകൾ ഉണ്ടാവും. സെഷൻ 1 3 സെക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് സെഷൻ 2 4ാമത്തെ സെക്ഷൻ ഉണ്ടാവും.
മനസ്സിലായോ? അപ്പോൾ സെഷൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് 3 സെക്ഷനും പിന്നീട് സെഷൻ 2 എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ സെക്ഷനാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം. സെക്ഷൻ 1 നമുക്ക് 2 പ്രധാനപ്പെട്ട മൊഡ്യൂളുകളാണ് അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ് ഉള്ളത്. അതായത് നോക്കുക, മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, അതുപോലെ തന്നെ റീസണിങ്. സെക്ഷൻ 2 വരുമ്പോൾ ഇംഗ്ലീഷ്, GA എന്ന് പറയുമ്പോൾ Tier 1 സെയിം സിലബസ് തന്നെയാണ് ആക്ച്വലി, അല്ലേ? ബട്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും. ബട്ട് എന്നാലും ഒട്ടുമിക്ക കാര്യങ്ങളും സെയിം തന്നെയാണ്. അതായത് മാത്സിൽ ഇവിടെ ചോദ്യങ്ങളിൽ കോഴ്സ് വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വ്യത്യാസങ്ങളുണ്ട്. നോക്കുക, 30 ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന്, റീസണിങ്ങിൽ നിന്ന് 30 ചോദ്യങ്ങളാണ്. അപ്പോൾ മൊത്തം 60 ചോദ്യങ്ങളാണ് സെക്ഷൻ 1 ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് ഇവിടെ 3 മാർക്ക് എന്നുള്ള രീതിയിലാണ്. സോ ആകെ മൊത്തം 180 മാർക്കാണ് സെക്ഷൻ 1 ഉണ്ടാവുക. ഇനി സെക്ഷൻ 2 വരുമ്പോൾ ഇംഗ്ലീഷ് 45 ചോദ്യങ്ങളാണ്, GA 25 ചോദ്യങ്ങളാണ്, ഇൻ ടോട്ടൽ 70 ചോദ്യങ്ങളാണ്. ആകെ മൊത്തം 210 മാർക്ക്. സെക്ഷൻ 1 നമുക്ക് 60 മിനിറ്റ് ആണ്, സെക്ഷൻ 2 നമുക്ക് അഗൈൻ 60 മിനിറ്റ് ആണ്. പിന്നീട് സെക്ഷൻ 3 ആണ് കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് ആണ്. അവിടെ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് വേണ്ടി 3 മാർക്ക് എന്നുള്ള രീതിയിലാണ്. ആകെ 60 മാർക്കാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി, നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ ബാധിക്കുന്നില്ല ആക്ച്വലി. ബട്ട് അഗൈൻ മാൻഡേറ്ററി ആയിട്ടും നിർബന്ധമായിട്ടും നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇനി ഇവിടെ ഈ പറയുന്ന എല്ലാ സെക്ഷനും, അതായത് സെഷൻ 1 3 സെക്ഷനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കുക, സെക്ഷൻ 1 60 മിനിറ്റ്, സെക്ഷൻ 2 60 മിനിറ്റ്. പിന്നെ കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റിന്റെ ഒരു ചെറിയ സെക്ഷനാണ്. ഓക്കെ അല്ലേ? മൊത്തം 2.25 മണിക്കൂറാണ് സെഷൻ 1 ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പിന്നീട് ഉണ്ടാവുക സെക്ഷൻ 4 ആണ്. അതായത് നമ്മുടെ സെഷൻ 2 അല്ലേ? സെഷൻ 2 ആണ്. ഞാനിവിടെ എഴുതാം, ദിസ് ഇസ് സെഷൻ 2. മനസ്സിലായില്ലേ? അത് 15 മിനിറ്റിന്റെ ഒരു ടെസ്റ്റാണ്. നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലോട്ട് പോവാം. എന്താണ് ഈ പറയുന്ന DEST അല്ലെ, ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് പാസേജ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 2000 കീ ഡിപ്രഷൻസ് തരും. 2000 കീ ഡിപ്രഷൻ ഉള്ള ഒരു പാസേജ് തരും. നമ്മൾ 15 മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അക്യുറസി വേണം, അല്ലേ? എറേഴ്സ് വളരെ കുറവായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അഗെയിൻ ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു എക്സാമാണ്. ഇനി ചില പോസ്റ്റുകൾക്ക് ഇതിൻ്റെ മാർക്കിന് നല്ല പ്രയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അക്യുറസി നമുക്ക് വേണ്ട പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് ഇതിൻ്റെ വെയിറ്റേജ് വളരെയധികം നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് അല്ലേ, ടൈപ്പിംഗ് പ്രാക്ടീസ് നമ്മൾ പ്രോപ്പറായിട്ട് ഇനീഷ്യലി അല്ലെങ്കിൽ ആദ്യം മുതലേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന DEST എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അഗെയിൻ 15 മിനിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ 2 ആണ്. ചില പോസ്റ്റുകൾക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ JSO പോലെയുള്ള പോസ്റ്റുകൾക്ക് സബ്ജക്ട് നോളേജ് ആണ് ഇവിടെ അവർ ചെക്ക് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിലൂടെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് അല്ലെ, ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് സിലബസിൽ വരുന്നത്. ബട്ട് അഗെയിൻ പേപ്പർ 2 എന്ന് പറയുന്നത് JSO പോലെയുള്ള പോസ്റ്റുകൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ എഴുതുന്നതാണ്. എന്നാൽ പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അങ്ങനെ പേപ്പർ 1 ആയി, പേപ്പർ 2 ആയി. ഇനി നമുക്ക് സിലബസ് ഒന്ന് മനസ്സിലാക്കണം, അല്ലേ? എന്താണ് സിലബസ്? അപ്പോൾ Tier 1 നമുക്ക് നോക്കാം. Tier 1 റീസണിങ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞതിൽ റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ള ഒരു പുതിയ കാര്യമെന്ന് പറയുന്നത് അഡ്രസ് മാച്ചിങ്, ഡേറ്റ് ആൻഡ് സിറ്റി മാച്ചിങ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ പറയുന്നത് പോലെ ഡയറക്ഷൻ അല്ലെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, സിലോജിസം, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ എക്സാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക്
ഏറ്റവും കൂടുതൽ അവർ SSC പ്രാധാന്യം കൊടുത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കോഡിംഗ്, ഡീകോഡിംഗ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിന്റെ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 3-4 ചോദ്യങ്ങളാണ് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ കോഡിംഗ് ഡീകോഡിങ്ങിന് നല്ല രീതിയിലുള്ള വെയിറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ആൻഡ് ആൽഫബറ്റ് സീരീസ്, ഇവിടെയും ലെറ്റർ സീരീസ് അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂസ് നമ്പേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് അനോളജി എന്ന് പറയുന്നത്. അപ്പം അനോളജി വേർഡ് റിലേറ്റഡ് ഉണ്ട്, അതിന് നമുക്ക് വൊക്കാബുലറി അറിയണം, അല്ലെങ്കിൽ GK ബേസ്ഡ് ആണെങ്കിൽ GK സയൻസ് എല്ലാം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ബാക്കിയുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്പറും ലെറ്ററും വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്പർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്നാലും പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. ഇനി അനോളജിയിൽ ലെറ്റർ വരുമ്പോൾ എഗെയിൻ ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂസിനെ ബേസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അതൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ളൂ. പിന്നീട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അഗെയിൻ നല്ല ഇമ്പോർട്ടൻസ് അവർ കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്, 1 മുതൽ 2 ചോദ്യങ്ങളാണ്. സിലോജിസം അഗെയിൻ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നോൺ വെർബലിലെ മിറർ, പേപ്പർ കട്ടിംഗ്, ഫോൾഡിങ്, എംപെർഡ് ഫിഗർ അതിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ അവർ ഫോക്കസ് ചെയ്ത ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ അങ്ങനെ തന്നെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല അല്ലേ. ബട്ട് എന്നാലും കഴിഞ്ഞ തവണ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ നമുക്ക് സ്ട്രെസ് ചെയ്യാം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിലും റീസണിങ്ങിലോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേപോലെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റീസണിങ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, എന്താണ് ജനറൽ അവയർനെസ്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. വളരെ വാസ്റ്റ് ആണല്ലേ, വലിയ ഒരു സമുദ്രമാണ് ഈ പറയുന്ന ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അതിൽ വേണ്ടത് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം എന്താ, സമയമാണ് നമ്മുടെ മുമ്പിലുള്ള ടൈമാണ് അല്ലേ. എപ്പോഴാണെങ്കിലും നോട്ടിഫിക്കേഷൻ നമുക്ക് വരാം, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം എപ്പോഴാണ് എക്സാം നടക്കുക, അല്ലെങ്കിൽ എത്ര ടൈം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം. അപ്പം എന്തായാലും ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വലിയ സമുദ്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഇനി അതിൽ എങ്ങനെയാണ് റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെ വെയിറ്റേജിങ് അല്ലെങ്കിൽ ടോപ്പിക്കുകളുടെ വെയിറ്റേജ് നമ്മൾ നോക്കുക. സ്റ്റാറ്റിക് GK അഗെയിൻ 6 മുതൽ 8 ചോദ്യങ്ങൾ, ഹിസ്റ്ററി 4 മുതൽ 5 ചോദ്യങ്ങൾ, പിന്നെ കറണ്ട് അഫയേഴ്സിന് അഗെയിൻ ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്. അഗെയിൻ ഇപ്രാവശ്യം വരുമ്പോൾ വീണ്ടും എന്തായാലും ഈ പറയുന്ന നമ്പറിൽ നിന്ന് കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അല്ലെ. പിന്നെ സയൻസ്, അതുപോലെ തന്നെ പോളിറ്റി, ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ്. സോ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സമയമാണ്. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ടത് മാത്രം പഠിക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ചുമ്മാ സമയം കളയുക എന്നുള്ളതല്ല, എന്തേലുമൊക്കെ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്നതെല്ലാം പ്രധാനപ്പെട്ടതായിരിക്കണം എന്നതാണ് നമ്മൾ ഈ ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ GAയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. മിക്ക ആൾക്കാരും GAയിൽ ആണ് മാർക്കുകൾ കുറഞ്ഞു പോകുന്നത്. അതിൻ്റെ റീസൺ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുക, പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ കുറവായിരിക്കും. എന്ത് പഠിക്കണമെന്ന് കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതല്ലാതെ നമ്മൾ സിലബസ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വരാം അല്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നല്ല രീതിയിൽ പ്രാക്ടീസ് വേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് കൃത്യമായിട്ട് ഞാൻ ഓരോന്നും 1 by 1 നോക്കി നിങ്ങൾക്ക് എന്തായാലും കാണാമല്ലോ. ഇനി കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ജോമെട്രി, അതുപോലെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിഗണോമെട്രി, ആൽജിബ്ര, പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, നമ്പർ സിസ്റ്റം അല്ലെ, ഇതിനൊക്കെ ഒരുപാട് വെയിറ്റേജ് കഴിഞ്ഞ എക്സാമിന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതിന് ഇത്ര വെയിറ്റേജ്. അപ്പോൾ നമ്മളിനി പഠിക്കുമ്പോൾ ഇത് മനസ്സിൽ കണ്ടു വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനല്ലേ. എന്തായാലും എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എന്നാലും ഈ ഒരു വെയിറ്റേജിൻ്റെ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അല്ലേ. GK അല്ലെങ്കിൽ മാത്സും റീസണിംഗ് ഒക്കെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. GK പോലെ അല്ലല്ലോ ആണ്. അത് അടുത്ത് നമുക്ക് നോക്കാം ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലേ.
ഗ്രാമറും വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും സിലബസ് അല്ലെങ്കിൽ ഏത് ലെവലാണ് നോക്കുക, 10ാം ക്ലാസ് ലെവലാണ്. ആക്ച്വലി 10th സ്റ്റാൻഡേർഡ് ലെവലാണ് അല്ലേ? അവർ പറഞ്ഞ കാര്യമാണ് 10ാം ക്ലാസ് ലെവലാണ്. നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് പാസ്സായ ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നവേ ഈ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും നിങ്ങൾ ഓർക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണ വെയിറ്റേജും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്ലോസ് ടെസ്റ്റ്, സിനോണിംസ്, ആന്റോണിംസ് എത്രയാണ് നല്ല വെയിറ്റേജ് ഉണ്ട് അല്ലേ? പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക 3 മുതൽ 4, എറർ സ്പോട്ടിംഗ് 4 മുതൽ 5. ഈ രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് വെയിറ്റേജ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് അവർ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലേ? അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിൽ കൊണ്ട് വേണം വരാൻ പോകുന്ന എക്സാമിന് തയ്യാറെടുക്കാനായിട്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് അല്ലെങ്കിൽ ഏത് ലെവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് ലെവൽ വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ ആക്ച്വലി എക്സാമിന് ചോദിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? നിങ്ങൾ എങ്ങനെയുള്ള ആളാണെങ്കിലും അല്ലെ കോൺസെപ്റ്റ് ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മറന്നു പോകും. അപ്പോൾ ഇത് എന്താണ് പ്രശ്നം? പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എക്സാം ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് വരുന്ന ദിവസങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന കുറച്ച് ദിവസങ്ങൾ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനായിട്ടുള്ള ഉത്തരമാണ് SSC CGL Tier 1 ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ GA ഒക്കെ വരുമ്പോൾ വളരെ വാസ്റ്റ് ആണല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ റീസെൻ്റ്ലി നടന്ന എക്സാമുകളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വെയിറ്റേജുകളൊക്കെ മനസ്സിലാക്കി ഏറ്റവും പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചോദിക്കുക, സ്ട്രാറ്റജിക്കൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ജോഗ്രഫി എക്കണോമിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും ചോദ്യങ്ങളും ആയിരിക്കും നമ്മൾ ഈ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ബാച്ചിൽ 200+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഡെയിലി 3 to 4 ക്ലാസ്സസ് എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ. അതുപോലെ ആഴ്ചയിൽ 6 മുതൽ 7 ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 7 കോഴ്സ് ഫീ എന്ന് പറയുന്നത് 1999 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതല്ലാതെ നമുക്ക് Tier 1 Tier 2 ഉള്ള ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ Tier 1 മാത്രമാണ് അല്ലേ? Tier 1 Tier 2 കമ്പൈൻ ചെയ്തിട്ടുള്ള ബാച്ച് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ബാച്ചുകളുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല ബാക്കി എന്ത് കൺഫ്യൂഷനും ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ എന്തായാലും അത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്. കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്.